പൗർണമിക്കാവിലെ അപൂർവ വിഗ്രഹങ്ങൾ 1300 കിലോ തൂക്കമുള്ള ദേവി വിഗ്രഹം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചമുഖ ഗണപതി വിഗ്രഹം, പിന്നെ 12 അടി ഉയരമുള്ള നാഗരാജാവും 18 അടി ഉയരമുള്ള ശനീശ്വരനും. ഇതെല്ലാം ഒരു ക്ഷേത്രത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ അതാണ് പൗർണമിക്കാവ്. ആദ്യം തന്നെ ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീ ബാലത്രിപുര സുന്ദരി ദേവിയുടെ വിഗ്രഹം നോക്കാം. 6.5 അടി ഉയരമുള്ള ഈ വിഗ്രഹം വെറും ഒരു ശിലയല്ല, പകരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹമാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഹാലാസ്യ ശിവനെയാണ്. കേരളത്തിലെ ഭൂരിഭാഗം ശിവക്ഷേത്രങ്ങളിലും ഭഗവാനെ ശിവലിംഗ രൂപത്തിൽ ആരാധന നടത്തുമ്പോൾ പൗർണമിക്കാവിലെ ഹാലാസ്യ ശിവന്റെ പ്രതിഷ്ഠ തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ഭഗവാന്റെ മനുഷ്യരൂപത്തിലുള്ള ഏകദേശം 5.5 അടി ഉയരമുള്ള പൂർണ്ണ വിഗ്രഹമാണ് ദർശിക്കാൻ കഴിയുന്നത്. ഹാലാസ്യ ശിവഭഗവാന് നടത്തുന്ന 108 കിലോ ഭസ്മാഭിഷേകം ക്ഷേത്രത്തിലെ അതിപ്രധാന ചടങ്ങാണ്. ഇത് കാണാനായി നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഒറ്റക്കല്ലിൽ, അതായത് കൃഷ്ണശിലയിൽ തീർത്ത ഏറ്റവും വലിയ പഞ്ചമുഖ ഗണേശനാണ്. കാഴ്ചകൾ ഇവിടെയും തീരുന്നില്ല. ശനിദോഷ നിവാരണത്തിനായി ഒരുക്കിയിരിക്കുന്ന 18 അടി ഉയരമുള്ള ശനീശ്വര വിഗ്രഹവും അദ്ദേഹത്തിന്റെ വാഹനമായ 12 അടി ഉയരമുള്ള കാക്കയുടെ കൂറ്റൻ പ്രതിഷ്ഠയും നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഇതുകൂടാതെ സർപ്പക്കാവിലെ 12 അടി ഉയരമുള്ള നാഗരാജ വിഗ്രഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ നാഗപ്രതിഷ്ഠകളിൽ ഒന്നാണ്. പൗർണമി നാളിൽ രാവിലെ 4:30 മുതൽ രാത്രി 9 വരെ ഭക്തജനങ്ങൾക്ക് ഇവിടെ ദർശനം നടത്താവുന്നതാണ്. അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ക്ഷേത്രത്തിലേക്ക് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 16 കിലോമീറ്ററും വിഴിഞ്ഞത്ത് നിന്ന് 2 കിലോമീറ്ററും മാത്രമാണ് ദൂരം. അവിടുത്തെ പൗർണമി നാളിൽ നിങ്ങളും പോന്നോളൂ ഈ വിസ്മയം കാണാൻ.